ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കരുത്തായി നിന്ന വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു കത്തെഴുതി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നിങ്ങൾ എന്നും എന്റെ കുടുംബത്തിന്റെ ഭാഗമായിരിക്കുമെന്നാണ് വയനാട്ടുകാർക്ക് അയച്ച പരസ്യമായ കത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത്. രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് 5 വർഷം മുമ്പ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ താൻ ഒരു അപരിചിതനായിരുന്നുവെന്നും എന്നിട്ടും വയനാട്ടിലെ ജനങ്ങൾ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുവെന്നും രാഹുൽ അനുസ്മരിക്കുന്നു. ഇപ്പോൾ വയനാടിനെ പിരിയുന്നതിൽ സങ്കടമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ വയനാടുകാർ തനിക്ക് സംരക്ഷണം നൽകി. ഏറെ ഹൃദയവേദനയോടെയാണ് മണ്ഡലം ഒഴിയാനുള്ള തീരുമാനമെടുത്തതെന്നും തുടർന്നും കൂടെയുണ്ടാകുമെന്നും രാഹുൽ കുറിച്ചു. രാജ്യത്തോട് സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഓരോ ദിവസവും അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും വേട്ടയാടപ്പെട്ടപ്പോഴും തന്നെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത വയനാട് തന്റെ അഭയവും വീടും കുടുംബവുമായിരുന്നു വയനാട്ടിലെ ജനങ്ങൾ. തന്റെ പോരാട്ടത്തിന്റെ ഊർജ്ജ പ്രവാഹമായി വയനാട്ടിലെ ജനത നിലകൊണ്ടുവെന്നും രാഹുൽ ഗാന്ധി കത്തിലെഴുതി. വയനാട്ടിനെ പ്രതിനിധീകരിക്കാൻ തന്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും. MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും രാഹുൽ പറഞ്ഞു. തനിക്ക് നൽകിയ സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല. താൻ അധിക്ഷേപം നേരിട്ടപ്പോൾ വയനാട്ടിലെ ജനങ്ങളുടെ സ്നേഹം തന്നെ സംരക്ഷിച്ചെന്നും രാഹുൽ കുറിച്ചു. രാജ്യത്തുടനീളം പ്രചരിക്കുന്ന വിദ്വേഷത്തെയും അക്രമത്തെയും പരാജയപ്പെടുത്തുക എന്നതാണ് തന്റെ പ്രതിബദ്ധതയെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു മാതാവിനെ പോലെ തന്നെ ചേർത്തണച്ച വയനാടിനൊപ്പം എന്നും കൂടെയുണ്ടാകുമെന്നും അത് താൻ നൽകുന്ന വാക്കാണെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി കത്ത് അവസാനിപ്പിക്കുന്നത്. എന്നാൽ വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വഞ്ചിക്കുകയാണെന്നാണ് BJP അധ്യക്ഷൻ K സുരേന്ദ്രന്റെ ആരോപണം. വയനാട്ടുകാർക്ക് കത്ത് എഴുതിയതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. വയനാട് തന്റെ രണ്ടാം വീടും കുടുംബവുമാണെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പുതിയ പ്രസ്താവനയ്ക്ക് പിന്നിലെ ഉദ്ദേശം വ്യക്തമാണ്. ഈ പൊളിറ്റിക്കൽ ഗിമ്മിക്ക് ജനം വിശ്വസിക്കില്ല. രാഹുൽ നടത്തിയ പ്രസ്താവനകളിലൊന്നും യാതൊരു സത്യവുമില്ലെന്നും K സുരേന്ദ്രൻ ആരോപിച്ചു. ഞങ്ങളുടെ കൂടുതൽ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക.